മലയാളികൾ അധികം ആരും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, എന്നാൽ പോയിരിക്കേണ്ട ഒരു സ്ഥലം. പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ മേഘങ്ങളാൽ കൂടുകൂട്ടിയ മേഘമലയിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. തമിഴ്നാടിന്റെ കാശ്മീർ എന്നാണ് മേഘമല അറിയപ്പെടുന്നത്. അപ്പോഴെങ്ങനെ നമുക്കൊന്ന് പോയി വന്നാലോ? നമ്മുടെ കുമലിയിൽ നിന്ന് ബോർഡർ കടന്ന് തമിഴ്നാട്ടിലെ ചിന്നമന്നൂർ എത്തുക. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ജ്വല്ലറികൾ ഉള്ളത് നമ്മുടെ ചിന്നമന്നൂരാണ്. സത്യമാണെന്നേ. ഇവിടെ ഇന്ന് 10:30 പുറപ്പെടുന്ന TNSTCയുടെ ബസ്സിലാണ് നമ്മൾ ഇന്ന് മേഘമലയിലേക്ക് പോകുന്നത്. 55 രൂപയുടെ ടിക്കറ്റ് എടുത്ത് 18 ഹെയർ പിൻ വളവുകൾ വളഞ്ഞ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 അടി മുകളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കൺമഞ്ചിപ്പിക്കുന്ന ദൂരത്തോളം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. തീർന്നിട്ടില്ല കാഴ്ചകളുടെ മായാലോകത്തെ കാഴ്ച. ചെറുതും വലുതുമായ നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും, പശ്ചിമഘട്ട മലനിരകളുടെ താഴെ പച്ച പുതച്ച് കിടക്കുന്ന താഴ്വാരങ്ങൾ, ഇവിടെ താമസക്കാരായ ആളുകൾ താമസിക്കുന്ന അവരുടെ ലയങ്ങൾ, അതിന് തൊട്ടു താഴെയായിട്ട് വലിയ ജലാശയങ്ങൾ, ചെറുതും വലുതുമായ നിരവധി അണക്കെട്ടുകൾ, സഞ്ചാരികളെയും കാത്ത് ധാരാളം വ്യൂ പോയിന്റുകൾ. ബാക്കിയുണ്ടല്ലേ നമുക്ക് ആനയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. വന്യജീവികളാൽ സമ്പന്നമാണ് ഇവിടെ. എപ്പോഴും വീശുന്ന തണുത്ത കാറ്റ്, മലയിറങ്ങി വരുന്ന മേഘങ്ങളാൽ സമ്പന്നമാണ് മേഘമല. ഇതിനെല്ലാം പുറമെ തനത് ഗ്രാമീണ കാഴ്ച. ഇവിടെ സ്വർഗമാണ്. നമ്മുടെ മൂന്നാറിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള പ്രകൃതി സൗന്ദര്യമാണ് മേഘമലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മേഘമല. അപ്പോഴേ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോഴെങ്ങനെ വിട്ടാലോ മേഘമലയ്ക്ക്?